ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചുമന്ന പരിപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും അതേപോലെ ശരീരഭാരം നിയന്ത്രിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പിൻ്റെ കറിയാണേ. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി എടുത്തേക്കുന്നത് 1 കപ്പ് ചുമന്ന പരിപ്പാണ്. ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ചുമന്ന പരിപ്പെല്ലാം നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ സ്കിന്നെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയെടുത്തതാണ്, അതോടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഞാനിവിടെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞ് ഒരുപാട് അങ്ങ് വെന്ത് പോകും. അതുകൊണ്ടാണ് ഈ രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ വെന്ത് കിട്ടുവേ. അപ്പോൾ ഇത് തൂകിപ്പോകത്തില്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. 15 മിനിറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നോക്കൂ, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്. നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. പച്ചമുളകെല്ലാം ഇതേ രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മീഡിയം സൈസ് ഒനിയോൺ കട്ട് ചെയ്തതാണ്. ഇതെല്ലാം ഒന്ന് വഴണ്ട് കിട്ടണേ. ഒനിയോൻ എല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡാള് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടട്ടെ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാവേ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കറിവേപ്പില ആഡ് ചെയ്യാവേ. ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നോക്കാവേ നമുക്ക്. കുറച്ച് ഉപ്പൂടെ വേണേ. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡാള് കറി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.